കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയും സുധീഷും അച്ഛനെ കാണാനായി വീട്ടിലെത്തുമ്പോഴേക്കും അരുൺ അവരെ ആട്ടി ഓടിക്കുന്നുണ്ട്. അവർ തിരിച്ചു പോവാൻ തുടങ്ങുമ്പോഴേക്കും സൂര്യയും അങ്ങോട്ടെത്തുന്നുണ്ട്. സൂര്യ നിധിയോടായി അങ്കിളിനെ കാണാൻ വന്നതല്ലേ, വീട്ടിലാരും സമ്മതിച്ചില്ലല്ലോ, പേടിക്കണ്ട, ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞ് അവളുടെ താലിയിലേക്ക് നോക്കിക്കൊണ്ട് ഇതെനിക്ക് പ്രശ്നമല്ല, ഇവൻ കെട്ടിയ താലി അഴിച്ചിട്ട് എൻ്റെ കൂടെ വാ, ഞാൻ നോക്കിക്കോളാം, അതോടെ എല്ലാ പ്രശ്നവും തീരും, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അതെല്ലാം കേട്ടോണ്ട് നിന്ന സുധീഷും ദേഷ്യം സഹിക്കാനാവാതെ അവനെ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും നിധി അവനെ തടയുന്നുണ്ട്. അത് കാണേ ചിരിയോടെ സൂര്യ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ അത് മാത്രമേ വഴിയുള്ളൂ, ഞാൻ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോവാം, വാ വാ നിധി എന്ന് അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് പറയുമ്പോഴേക്കും നിധിയും ആ കൈ കുടഞ്ഞെറിഞ്ഞിട്ട് അവന്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ കൊണ്ട് കാണിക്കാൻ നീ ആരാടാ? എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം തന്നെ നീയാ. നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വരെ എല്ലാം ഓക്കെ ആയിരുന്നു. നീയാ എല്ലാം വരുത്തി വെച്ചത്. നിന്നെ പേടിച്ചിട്ടാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഈ ഗതി വരില്ലായിരുന്നു. നീ തന്നെയാടാ എല്ലാം തുലച്ചത്. എല്ലാത്തിനും കാരണം നീ തന്നെയാ. നീ ഒറ്റ ഒരുത്തനാ എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സൂര്യയും തന്റെ കൈ ഉയർത്തിക്കൊണ്ട് അവളുടെ നേരെ എടിന്ന് വിളിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും സൂര്യയുടെ കൈ പുറകിന്ന് പിടിച്ച് അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിധി ചെകിടത്ത് നോക്കി ഒറ്റ ഒരെണ്ണം കൊടുത്തോ. നിധി ഇവനൊക്കെ ശരിക്കും അടി വാങ്ങേണ്ട ഐറ്റംസ് തന്നെയാ, ധൈര്യമായിട്ട് കൊടുക്ക് എന്ന് സുധീഷ് വിളിച്ചു പറയുമ്പോഴേക്കും സൂര്യയും നോ നിധി നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞേ? താലി പൊട്ടിച്ചെറിഞ്ഞാ വീണ്ടും കല്യാണം കഴിക്കാമെന്നോ? നിന്നെ എനിക്ക് ഇഷ്ടല്ലാന്ന് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ. ദേ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും നീ അടങ്ങുന്നില്ലല്ലേ. നിനക്ക് ഈ ലോകത്ത് എന്നെ മാത്രമേ കണ്ടുള്ളൂ. സൈക്കോയാ നീ, തനി സൈക്കോ. ഇത്ര ഞാൻ അനുഭവിച്ചത് നീ ഒരാൾ കാരണമാ, നീ ഒരുത്തൻ കാരണമാ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ദേഷ്യം തീരുന്നതുവരെ സൂര്യയുടെ ചെകിടത്ത് പൊതിരെ തല്ലുന്നുണ്ട്. നിധി നിർത്തുമ്പോഴേക്കും പോടാന്നും പറഞ്ഞ് സുധീഷും അവനെ തള്ളുന്നുണ്ട്. അവരാ നിലത്തേക്ക് വീണ് കിടക്കുമ്പോഴേക്കും നിധി, നമുക്ക് ആദ്യം അച്ഛൻ ഏത് ഹോസ്പിറ്റലിലാണെന്ന് നോക്കാം. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. വാ വന്നു കയറെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുമ്പോഴേക്കും മുറ്റത്ത് വീണ് കിടക്കുന്ന സൂര്യയും നിധി ഇന്ന് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. നിധിയും ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് നിധി അവനെ വീട് വാ എന്ന് പറഞ്ഞ് സുധീഷ് അവളോട് വണ്ടിയിൽ കയറാനായി പറയുന്നുണ്ട്. അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി പോകുമ്പോഴേക്കും നിധി പോവല്ലേ നിധി എന്ന് വിളിക്കുമ്പോഴേക്കും അവരും വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ തന്റെ വേദനിക്കുന്ന ചുണ്ടുകൾ തടവുന്നത്. കയ്യിൽ പറ്റിയ ആ ബ്ലഡ് കണ്ടവൻ പേടിയോടെ മമ്മി ചോര, മമ്മി മമ്മി ചോര എന്ന് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. പിന്നീട് ഐസിയുവിൽ കിടക്കുന്ന രാജീവിനെ ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. എന്ത് തോന്നുന്നിപ്പോ? ഒരു കൗൺസിലിംഗ് സെഷൻ കൂടിയുണ്ട്, അതുകൂടി അറ്റൻഡ് ചെയ്തിട്ടേ പോവാൻ പറ്റൂ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും രാജീവും ആകെ ടെൻഷനോടെ കിടക്കുന്നുണ്ട്. ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ. ഇപ്പോ കാണിച്ചത് ഒന്നിനും ഒരു പരിഹാരമല്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടറും അവിടെ നിറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യയും നിധിയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അവർ റിസപ്ഷനിൽ ചെന്ന് മാഡം, ഒരു രാജീവ് ശങ്കർ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് എന്ന് ചോദിക്കുമ്പോൾ അവരത് സെർച്ച് ചെയ്തുകൊണ്ട് ICU വാർഡില, ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറയുന്നുണ്ട്. ഇയാൾക്ക് നിധി അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും എടോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇതിപ്പോ ആദ്യം വരുമ്പോൾ കൂടുതൽ പ്രശ്നമുണ്ടാവേണ്ടെന്ന് കരുതി അവിടെ ആക്കിയെന്നേ ഉള്ളൂ, ആ വാ എന്ന് പറഞ്ഞുകൊണ്ട് ICUവിനടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവളെ. ഇവിടെ എത്തുമ്പോഴേക്കും നിലവിളിച്ചോണ്ട് അച്ഛ അച്ഛ എന്ന് വിളിച്ച് അവൾ ICU ഡോറിനടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഹേമയുടെ കസേരയിൽ ഇരിപ്പുണ്ട്, കൂടെ തന്നെ സാന്ദ്രയും നിൽപ്പുണ്ട്. നിധി ഹേമയോടായി അച്ഛൻ എവിടെയാ കിടക്കുന്നത് ഏട്ടത്തി എന്ന് കരച്ചിലോടെ ചോദിക്കുമ്പോഴേക്കും അത് കേട്ട അവളുടെ അമ്മയും ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റുകൊണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നീ എന്തിനാ വന്നതെന്ന് എന്നവർ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അമ്മേ അച്ഛൻ എന്ന് അവൾ കരച്ചിലോടെ പറയുന്നുണ്ട്. ആരുടെ അച്ഛൻ? അങ്ങേരുടെ മകളാണെന്ന തോന്നലുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി എന്റെ താലി അറുത്താലും വേണ്ടില്ല നിനക്ക് അല്ലേ? അവർ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ പറയല്ലേ അമ്മയെന്ന് നിധി കരച്ചിലോടെ പറയുന്നുണ്ട്. നിന്നെ എങ്ങനെയൊക്കെ വളർത്തി വലുതാക്കിയതാ, നീ അതിനുള്ള മുഴുവൻ ശിക്ഷയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൊടുത്തു അല്ലേടി, എന്നിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു അല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ഹേമ അവളെ പൊതിരെ തല്ലുന്നുണ്ട്. സാന്ദ്രയും ഹേമയെ തടഞ്ഞുകൊണ്ട് അടിക്കല്ലേ അമ്മേ, ഇത് ആശുപത്രിയാ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ ബഹളമെല്ലാം കേട്ട് ഒരു നഴ്സ് ICUവിനകത്തുനിന്ന് ഇറങ്ങി വന്ന് അതെ, ഇവിടെ ഇങ്ങനെ കിടന്ന് ശബ്ദമുണ്ടാക്കരുത്, ഹോസ്പിറ്റലാണെന്ന വിചാരത്തോടെ പെരുമാറണം, ഇങ്ങനെ ചീത്ത പറയാൻ ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല എന്ന് പറയുമ്പോഴേക്കും സോറി സിസ്റ്റർ, ഇനി ഉണ്ടാവില്ല എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. പേഷ്യന്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നഴ്സ് ICUവിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹേമ അപ്പോഴേക്കും നിധിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛന്റെ ജീവൻ എടുക്കാനാണോടി നിന്നെ ഞാൻ പ്രസവിച്ചതും വളർത്തിയതും? ആ മുഖത്ത് നോക്കി കൂടെ വരാൻ പറ്റില്ലെന്ന് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയടി?
പാതിരയ്ക്ക് ഇവന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോയപ്പോ ഒരു തവണയെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഓർക്കാൻ തോന്നിയില്ലല്ലേ? രാത്രിയില് നീ ഇവനെ ചോറും കറികളും പാത്രത്തിലാക്കി കൊണ്ടുപോകുമ്പോ അതൊരു ജോലിക്കാരനോടുള്ള കെയറായിട്ടേ അച്ഛൻ കണ്ടുള്ളൂ. മകളുടെ വളർത്തു ഗുണമാണെന്നാ ആ മനുഷ്യൻ മതിപ്പോടെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നീ നിന്റെ കാമുകനെ ഊട്ടാൻ പോയതാണെന്ന് ഞാനും നിന്റെ അച്ഛനും വിചാരിച്ചില്ലടി. എപ്പ പോണം എങ്ങനെ പോണമെന്നൊക്കെ രണ്ടുപേരും കൂടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ടാവും എന്റെ ഭർത്താവ് കണ്ടുപിടിച്ച കല്യാണം നീ വേണ്ടെന്ന് വെച്ചത് എന്ന് ദേഷ്യത്തോടെ ഹേമ പറയുമ്പോഴേക്കും അമ്മേ എന്നെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കമ്മേ എന്ന് കരച്ചിലോടെ നിധിയും പറയുന്നുണ്ട്. വേണ്ട, നീ എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിൽ മുളപൊട്ടിയിട്ടില്ലെന്ന് ഞാൻ അങ്ങ് കരുതിക്കോളാമെടി. നല്ലൊരു ജീവിതം നിനക്കുണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോ ഏതോ ഒരു തെണ്ടി മതിയെന്ന് നീ അങ്ങ് തീരുമാനിച്ചല്ലേ? ഇതിനാണോടി നിന്നെ ഞങ്ങൾ വളർത്തിയത്? എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാ. ഇനി നീ ഞങ്ങൾക്ക് ആരുമല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ എന്ന് ഹേമ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അമ്മേ ഞാൻ എന്റെ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ ആ വീടൊരു മരണ വീടായിട്ട് മാറിയേനെ. കുറെ കാലം കൂടി ഈ സിന്ദൂരം എനിക്ക് നെറ്റിയിൽ തൊടണമെന്നുണ്ടടി. അതിപ്പോ തന്നെ മായ്ച്ചു കളയണമെന്ന തീരുമാനവും എടുത്തിട്ടാണ് നീ വന്നതെങ്കിൽ നിനക്കിവിടെ നിൽക്കാം. അല്ലെങ്കിൽ പോടി ഇറങ്ങിപ്പോവാൻ എന്ന് ദേഷ്യത്തോടെ അവർ അലറുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ച് നിധി സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴേക്കും അങ്ങോട്ട് അരുണും എത്തുന്നുണ്ട്. അരുണിനെ കണ്ട് സുധീഷ് അവിടെ നിന്ന് മാറിപ്പോകുമ്പോഴേക്കും അരുൺ നിധിയുടെ അടുത്തേക്ക് ചെന്ന് എടി വീട്ടിൽ വന്ന് നാടകമുണ്ടാക്കിയത് പോരാഞ്ഞ് ഇവിടെയും വന്നല്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അരുണേട്ടാ ആശുപത്രിയാ എന്ന് സാന്ദ്രയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യും മുമ്പ് ഇവിടുന്ന് പോവാൻ നോക്ക് എന്നരുൺ താക്കീതോടെ പറയുമ്പോഴേക്കും ഏട്ടത്തി ഒരു തവണ ഞാൻ എന്റെ അച്ഛനെ കണ്ടോട്ടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ചെല്ലടി ചെന്ന് കാണ്. നിന്റെ വെട്ടം കാണേണ്ട സമയം മതി. അങ്ങേരുടെ ഉള്ള ജീവൻ കൂടി പൊയ്ക്കോളും. അതിനു പിന്നാലെ ഞാനും കൂടി പോവാം. ഞങ്ങൾ രണ്ടിന്റെയും പട്ടട കണ്ടാലേ നിനക്ക് സന്തോഷമാവുമെങ്കിൽ ചെല്ലടി ചെന്ന് കാണ് എന്ന് ഹേമയും ദേഷ്യത്തോടെ അലറുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ കൂടെപ്പിറപ്പാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ അരുൺ അവളുടെ നേരെ കയ്യൊങ്ങുമ്പോഴേക്കും അരുണേട്ടാ മതി, ഇവളെ ഞാൻ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് സാന്ദ്ര നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സാന്ദ്രേ, എനിക്കോ രാജീവേട്ടനോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇവളെ അങ്ങോട്ട് കയറ്റരുത്. ഞങ്ങളുടെ മുഖം പോലും ഇവളെ കാണിക്കരുത്. ഇറങ്ങി പോവാൻ പറ എന്ന് ദേഷ്യത്തോടെ ഹേമ ഒച്ചവെക്കുമ്പോഴേക്കും സാന്ദ്രയും നിധിയെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഒരു തവണ ഞാൻ അച്ഛനെ കണ്ടോട്ടെ ഏട്ടത്തി, ഒരു തവണ എന്ന് പറഞ്ഞവൾ ഏട്ടത്തിയെ പിടിച്ച് കരയുമ്പോഴേക്കും നീ പോവാൻ നോക്കെന്ന് പറഞ്ഞ് സാന്ദ്ര അവളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഹേമയും ആകെ സങ്കടത്തോടെ കരഞ്ഞ് അവിടുത്തെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നീട് റിസപ്ഷൻ ഏരിയയിലെ ചെയറിലിരിക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് സാന്ദ്ര നിധിയെയും കൊണ്ട് എത്തുന്നുണ്ട്. സാന്ദ്ര സുധീഷിനോടായി താൻ ആള് കൊള്ളാലോ, ഒരു പാവം പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു അല്ലേ എന്ന് പറയുമ്പോഴേക്കും ഏട്ടത്തി പ്ലീസ് എന്ന് നിധിയും പറയുന്നുണ്ട്. നിധി നീ കണ്ടതല്ലേ, ഇവിടെ എല്ലാവരും നല്ല ദേഷ്യത്തിലാ. വെറുതെ കിടന്ന് ബഹളം വെക്കാമെന്നല്ലാതെ ആരും നിന്നെ കേൾക്കില്ല എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും ഏട്ടത്തിക്ക് എന്നെ അറിയാലോ, പിന്നെന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിധിയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. നിന്റെ അകവും പുറവുമെല്ലാം അറിയാമെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ ഇന്നലത്തോടുകൂടി ആ വിചാരം ഇല്ലാതായി എന്ന് സാന്ദ്ര പറയുമ്പോ ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് നിധിയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വിഷയം ഇനിയും മനസ്സിലാക്കാൻ ഒന്നുമില്ല നിധി. നീ വേഗം പോവാൻ നോക്ക്, അല്ലെങ്കിൽ ചിലപ്പോ അരുണേട്ടൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. വെറുതെ ആശുപത്രിയിൽ വെച്ച് അടിയുണ്ടാക്കി പേരുദോഷം വരുത്തി വെക്കല്ലേ പ്ലീസ് എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും നിധിയും കരച്ചിലൂടെ ആ ചെയറിലേക്ക് ഇരിക്കുന്നുണ്ട്. സങ്കടത്തോടെ അവൾ കരയുന്ന കണ്ട് സാന്ദ്ര അവളോടായി നീ ഒരു കാര്യം ചെയ്യ്, നേരെ എന്റെ വീട്ടിൽ പോ, ഞാൻ അമ്മയെ വിളിച്ചു പറയാം. ഇവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് ഞാൻ നിന്നെ ഫോൺ ചെയ്യാം എന്നവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഏട്ടത്തി എനിക്ക് ഒരു തവണ എന്ന് സങ്കടത്തോടെ നിധി പറയുന്നുണ്ട്. അതിനു തന്നെയാ ഞാൻ പറയുന്നത്, അതിനു പറ്റുന്ന സമയമാകുമ്പോ ഞാൻ വിളിക്കാം, ഇപ്പൊ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയും അവിടുന്ന് പോകുന്നുണ്ട്. സുധിയും നിധിയുടെ അരികിലേക്ക് ഇരുന്നുണ്ട്. നിധി ഏടത്തി പറയുന്ന പോലെ ഇയാള് അവിടെ ചെന്ന് നിൽക്കുന്നത് തന്നെയോ നല്ലത്. കറക്റ്റ് സമയം വരുമ്പോ ഏടത്തി പറയും, അപ്പൊ വന്ന് കണ്ടാ മതി. ഇവിടെ നിന്നാ വെറുതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കാമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചുറ്റുപാട് നോക്കിക്കൊണ്ട് ഇപ്പൊ തന്നെ ആളുകളെല്ലാം നോക്കാൻ തുടങ്ങി. എടോ പറയുന്ന കേൾക്ക്, ശരിയാക്കാമെന്ന് ഏട്ടത്തി ഏറ്റതല്ലേ, വാ എണീക്ക്, ഞാൻ കൊണ്ടു ചെന്നാക്കാം. എടോ വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ സുഭാഷ് തന്റെ സൈറ്റിൽ പണിക്കാർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. എടാ വർക്ക് കുറച്ചുകൂടി സ്പീഡാക്കണം കേട്ടോ, അടുത്ത മാസം താമസിക്കാനുള്ളതാ എന്ന് പറയുമ്പോഴേക്കും നാളെ എക്സ്ട്രാ പണിക്കാർ വരും ചേട്ടാ എന്ന് ബംഗാളിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർക്കുള്ള ചായ എത്തുന്നുണ്ട്. വാ എല്ലാവരും ചായ കുടിച്ചിട്ടാവും ബാക്കി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു പണിക്കാരൻ ചോദിക്കുന്നുണ്ട്, ചേട്ടാ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചോട്ടാ ബായി വൈഫ് വാപ്പസ് ഗയാ എന്നൊരാൾ ചോദിക്കുമ്പോഴേക്കും സുധീഷിന്റെ ഭാര്യ രാവിലെ തന്നെ വഴക്കിട്ട് പോയെന്നൊരു വാർത്ത കേട്ടു. രാവിലെ രാജേട്ടന്റെ ചായക്കടയിൽ പറയുന്നത് കേട്ടതാ വേറൊരുത്തനും പറയുന്നുണ്ട്.
വഴക്കിട്ടെന്നോ? എടാ, അതവളുടെ അച്ഛന് സുഖമില്ലാഞ്ഞിട്ട് പോയതാ. കൂടെ സുധീഷുമുണ്ടല്ലോ എന്ന് ചായ കുടിച്ചോണ്ട് സുഭാഷും പറയുന്നുണ്ട്. ഏട്ടന്റെ വല്യച്ഛനാ പറഞ്ഞത് എന്നവൻ പറയുമ്പോ അത് വെറുതെ എന്ന് സുഭാഷും. ആണെങ്കിൽ നല്ലത്, ആളുകൾക്ക് പറഞ്ഞു നടക്കാൻ കഥയുണ്ടാക്കാൻ പാടില്ലല്ലോ എന്നവനും പറയുന്നുണ്ട്. പിന്നീട് സുധീഷ് നിധിയെയും കൊണ്ട് സാന്ദ്രയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവൻ റോഡരികിൽ ജീപ്പ് നിർത്തിക്കൊണ്ട് എടോ, ഇതാണോ വീട് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ കൂടെ അകത്തേക്ക് വരാമെന്ന് സുധീഷ് പറയുമ്പോൾ ഇല്ല, സുധീഷ് പോയിക്കോ എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ ആക്കിയിട്ട് പോവാമെന്ന് പറഞ്ഞ് അവനവളുടെ ബാഗ് എടുത്തു കൊടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ സാന്ദ്രയുടെ അച്ഛൻ സീറ്റ് ഔട്ടിലിരുന്ന് പാത്രം വായിച്ചുകൊണ്ടിരിക്കുക. അവരെ കണ്ട് ഒരു നിമിഷം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അദ്ദേഹം സാന്ദ്രയുടെ അമ്മ രേഖയെ നീട്ടി വിളിക്കുന്നുണ്ട്. രേഖ അങ്ങോട്ട് വന്ന് അവരോടായി സാന്ദ്ര വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആശുപത്രിയിൽ പോയിരുന്നേ നിധിയുടെ അച്ഛനെ കാണാൻ. പക്ഷേ സുധീഷ് പറയുമ്പോഴേക്കും നീ ആരാ എന്ന് സാന്ദ്രയുടെ അച്ഛനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്നാ മതി എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സോറി, ഒന്നപ്പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് നിധി സുധീഷിനോടായി പറയുന്നുണ്ട്. അത് കേൾക്കെ അവനും റോഡരികിൽ സൈഡാക്കിയിട്ടിരിക്കുന്ന വണ്ടിയുടെ അരികിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. രേഖ എപ്പോഴേക്കും നിധിയോടായി പറയുന്നുണ്ട്, കാര്യം സാന്ദ്ര വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ താമസിപ്പിച്ചു എന്നറിഞ്ഞ അരുണും അരുണിന്റെ അച്ഛനും എല്ലാം ദേഷ്യപ്പെടും എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി, ഏട്ടത്തി പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. നിങ്ങൾക്ക് അത്ര പ്രശ്നമാണെങ്കിലേ ഞാൻ പുറത്തെവിടെങ്കിലും താമസിച്ചോളാം, എനിക്ക് കുഴപ്പമില്ലെന്ന് നിധിയും പറയുന്നുണ്ട്. ഏയ്, നീ അകത്ത് കയറേണ്ടെന്നല്ല പറഞ്ഞത് എന്ന് രേഖ പറയുമ്പോ നീ ചെയ്തത് തെറ്റായി പോയി മോളെ. രാജീവിനെ ഇങ്ങനെ വിഷമിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൻ നിന്നെ കാണാൻ സമ്മതിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും തൽക്കാലം നീ ഉള്ളിലേക്ക് വാ എന്ന് സാന്ദ്രയുടെ അച്ഛനും പറയുന്നുണ്ട്. അപ്പോഴേക്കും രേഖയും പറയുന്നുണ്ട്, ആ പയ്യനെ ഇവിടെ താമസിക്കാൻ പറ്റൂല. കാര്യം നീ കല്യാണം കഴിച്ച ആളൊക്കെ ആയിരിക്കും, പക്ഷെ അത് ചെയ്താൽ അറിയാലോ, ഞങ്ങളും നിന്റെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം വഷളാവും എന്നവർ പറയുമ്പോഴേക്കും ഇല്ല, സുധീഷ് ഇവിടെ താമസിക്കില്ല, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ നിധി സുധീഷിന്റെ അടുത്തേക്കായി പോകുന്നുണ്ട്. നിധി അവന്റെ അടുത്തേക്ക് ചെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എല്ലാം ശരിയാവുമെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ നേരെ തിരിച്ചായി. ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിച്ചത്. പക്ഷേ അത് ഇവരോടൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന ഇപ്പോ പിടികിട്ടാത്തത്. എനിക്ക് സംസാരിക്കാൻ പോലും ഒരവസരമില്ലെന്ന് വന്നാലോ? ഏതായാലും ഞാൻ അച്ഛനോടെല്ലാം തുറന്ന് സംസാരിക്കാൻ പോവുക. അച്ഛൻ വിചാരിക്കുന്നത് പോലെയല്ല ഈ കല്യാണം നടന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. സുധീഷ് പൊയ്ക്കോളൂ എന്ന് നിധി പറയുന്നുണ്ട്. സുധീഷും അതുകൾക്ക് പരിഭ്രമത്തോടെ മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നിന്ന ഇനിയും പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ. പൊയ്ക്കോളൂ, ഇനി വരുന്നിടത്ത് വെച്ച് ഞാൻ നോക്കിക്കോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ഞാൻ പുറത്തെവിടെയും താമസിച്ചോളാം എന്ന് സുധീഷ് പറയുമ്പോ വേണ്ട, ഇവിടെ നിന്നിട്ട് എന്തിനാ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് നിധി തീർത്തു പറയുന്നുണ്ട്. സുധീഷും അത് കേൾക്കെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നിധി തന്റെ കയ്യിലെ സ്വർണ്ണവളയൂരി അവന് നൽകുന്നുണ്ട്. ദാ, ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് നിധി പറയുമ്പോഴേക്കും ഇതെന്തിനാന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാൻ കാരണം കുറെ ബുദ്ധിമുട്ടിയില്ലേ, ഇതെടുത്തോളൂ എന്ന് നിധി പറയുമ്പോ ഇത്രയുള്ളൂ എന്ന് സുധീഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ല എന്ന് നിധി പറയുമ്പോ അല്ല, എന്നോട് പോവാൻ പറഞ്ഞില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതെ എന്ന് നിധിയും. അപ്പോ ഇവിടെ താമസിച്ച് അച്ഛനെ കണ്ടതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരാനാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അറിയില്ല, ഞാൻ കാരണം എൻ്റെ വീട്ടുകാർ ഇത്രയധികം കഷ്ടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കാൻ പാടില്ലല്ലോ. ദാ എന്ന് പറഞ്ഞ് അവളെ വീണ്ടും അവൻ്റെ നേരെ നീട്ടുന്നുണ്ട്. അതൊന്നും വേണ്ട, പണമൊന്നും പ്രശ്നമല്ല എന്ന് സുധീഷ് പറയുമ്പോൾ വെച്ചോളൂ, ആവശ്യങ്ങളുള്ളതല്ലേന്ന് നിധിയും പറയുന്നുണ്ട്. ഇയാൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വർണം വാങ്ങിക്കൊണ്ടുപോവാൻ ഞാൻ എന്താ കൊള്ളക്കാരനാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അയ്യോ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ, കുറെ കാശും ചെലവായെന്ന് നിധി പറയുന്നുണ്ട്. ഏയ്, കോടിക്കണക്കിന് രൂപയൊന്നും അല്ലടോ, ഈ വണ്ടിക്ക് ഡീസൽ അടിച്ച കാശല്ലേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ എന്നാലും എന്ന് നിധി പറയുന്നുണ്ട്. എടോ, തൽക്കാലം ആവള കയ്യിലിട്ടേക്ക്, ഞാൻ വാങ്ങിച്ചോളാം പോരെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി ആവള തന്റെ കയ്യിലേക്ക് ഇടുന്നുണ്ട്. ആദ്യം ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് പറ എന്ന് സുധീഷ് ചോദിക്കുമ്പോ എങ്ങനെയെങ്കിലും അച്ഛനെ കാണണം, കല്യാണം ഒരു ഫേക്ക് ആയിരുന്നു എന്ന് ബോധ്യപ്പെടുത്തണം, ഞാനും താനും തമ്മിൽ അങ്ങനൊരു ബന്ധമില്ലെന്നും എനിക്കും ബോധ്യപ്പെടുത്തണം, സൂര്യയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ട് മാത്രമാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് നിധി പറയുമ്പോ അല്ല, അത് കഴിഞ്ഞ് ഇവിടെ തന്നെ കൂടാൻ പോവാണോ, ഇയാളുടെ പഠിപ്പ്, ജോലി, പിന്നെ തന്റെ ലക്ഷ്യങ്ങളൊക്കെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ശരിയാ, പക്ഷേ എന്നെ കുറിച്ച് മാത്രം ഞാൻ ആലോചിച്ചാ പോരല്ലോ, നോക്കാം, എന്റെ അമ്മയും അച്ഛനും ചേട്ടനും ഒന്നും ഇനിയും വിഷമിക്കാൻ പാടില്ല എന്നവൾ പറയുമ്പോ അപ്പോ നമ്മളിനി കാണില്ല അല്ലേ എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. എല്ലാം ശരിയായ ഞാൻ തീർച്ചയായിട്ടും ഇയാളെ കാണാൻ വരും, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളല്ലേ, വീട്ടിലേക്കും ഞാൻ വരും. ഒരു ദിവസമാണെങ്കിലും ഇയാളുടെ ചേട്ടനും അനിയന്മാരുമെല്ലാം എന്നെ നന്നായി നോക്കിയതല്ലേ, അവരോടൊക്കെ ഒരു താങ്ക്സ് പറയണം, നമ്മുടെ കല്യാണം ഒരു കള്ളക്കഥയായിരുന്നു എന്ന് അവരോട് പറയണം, എനിക്ക് അവരെയൊക്കെ വലിയ ഇഷ്ടമായെന്നും പറയണം എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷും സങ്കടം കടിച്ചമർത്തി ചിരിയോടെ നിൽപ്പുണ്ട്. അവരെ അറിയിക്കാതെ കല്യാണം നടത്തിയെന്നറിഞ്ഞപ്പോ അതിന്റെ പിന്നിലൊരു കാരണമുണ്ടെന്ന് വിചാരിച്ച് അത് അംഗീകരിച്ചവരല്ലേ. പരസ്പരം വിശ്വാസവും സ്നേഹവും ഉള്ളവർക്കേ അത് പറ്റൂ. അങ്ങനെയുള്ള വീട്ടിൽ ജനിക്കാൻ തന്നെ ഭാഗ്യം വേണം.
എന്നൊക്കെ അവൾ പറയുന്നത് കേൾക്കെ ആകെ ടെൻഷനോടെ ആദ്യമായിട്ടാ ഒരാള് എൻ്റെ വീടിനെയും വീട്ടുകാരെയും ഒക്കെ പറ്റി നല്ലത് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ പറഞ്ഞ ടൈം തെറ്റായിപ്പോയി, അതങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നവൻ സങ്കടത്തോടെ പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏയ് അത് പോട്ടെ, അപ്പോ ഞാൻ ഇനി തിരിച്ചൊറ്റയ്ക്ക് പോണമല്ലേ എന്നവൻ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും നിധി അവന്റെ കൈ പിടിച്ചെടുത്തോണ്ട് ചേർത്ത് പിടിച്ച് എന്റെ സ്വന്തം കുടുംബം എന്നെ മനസ്സിലാക്കാതിരുന്നപ്പോ എന്റെ ആഗ്രഹം അറിഞ്ഞ് എന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി അടിപോലും വാങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇയാള്. എല്ലാ കാലത്തും ഞാൻ ഓർക്കും ഇയാൾക്ക് ജീവിതത്തില് നല്ലതേ വരൂ എന്ന് പറഞ്ഞവന്റെ കൈ വിടുന്നുണ്ട്. അവൻ ടെൻഷനോടെ തന്റെ കൈയിലേക്ക് നോക്കി നിൽക്കുമ്പോഴേക്കും ഇതിൽ കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇയാള് പോയിക്കോളൂ, എല്ലാം ശരിയായി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, നമുക്ക് കാണാം. അന്നൊരു പക്ഷേ എൻ്റെ കൂടെ എൻ്റെ അച്ഛനുണ്ടാവും. എന്നാ ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ചിരിയോടെ അവൾ അകത്തേക്ക് കയറി പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും തിരിച്ചോടി വന്ന് അവൻ്റെ നെഞ്ചത്ത് തലചായ്ച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് എൻ്റെ ലൈഫിൽ കുറച്ചു കാലേ ഇയാൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒരു റിയൽ ഫ്രണ്ട് എന്താണെന്ന് ഇയാൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് തലയുയർത്തിക്കൊണ്ട് അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് അല്ല ഫ്രണ്ട് അല്ല, അതിലും മേലെ ബായ് എന്ന് ചിരിയോടെ യാത്ര പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അവൾ പോകുന്നത് നോക്കി ആകെ ടെൻഷനോടെ തകർന്നു നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.